വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. കാശി കൈ ഒടിഞ്ഞ് കിടക്കരുത് ഗൈസ്. ഇതാണ് ഗൈസ് പ്രശ്നം പറ്റി, കൈ ഒടിഞ്ഞ് ഗൈസ്. ഇവിടെ അല്ല കേട്ടോ, ഇവിടെ അല്ല കൈ ഒടിഞ്ഞത്. ഞാൻ കാണിച്ചു തരാം, കാണിക്കാൻ ഒക്കുന്നില്ല. ഇതെവിടെ പ്ലേസ് ചെയ്യുമെന്നൊരു സംശയം. ഓക്കെ വേണ്ട ഗൈസ്, കൈ ഒടിഞ്ഞ് ഗൈസ്. വേണ്ട കണ്ട ഗൈസ്, ഇവിടാണ് കൈ ഒടിഞ്ഞത്. ഈ ഒരു എല്ല് ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ ഈ വളയല്ലില്ലേ, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്ന ഈ ഒരു എല്ല് ഒടിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ ഇരുന്ന എല്ല് ഇങ്ങനെ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഫുട്ബോൾ മാച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു ഇമ്മറുടെ കൂടെ കളിക്കാൻ വന്നത്. മാച്ച് നമ്മൾ കഴിഞ്ഞ് എൻ്റെ അസോസിയേഷൻ നടത്തുന്ന മറ്റൊരു കപ്പിനുള്ള മാച്ചിൽ ടൂർണമെൻറ്റ് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് പിന്നെ ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങി. പിന്നെ ഉറങ്ങിയില്ല കേട്ടോ, ഉറങ്ങിയില്ല. ഞാൻ ഇവിടെ നിന്ന് ഇച്ചിരി നേരം എഴുതിക്കൊണ്ടിരുന്നായിരുന്നു. GK ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നായിരുന്നു. അന്നേരത്തേക്കിനും എൻ്റെ കൂട്ടുകാരെ വന്ന് കളിക്കാൻ വിളിച്ച്. ഞങ്ങളെപ്പോഴും പോകുന്നതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോയി. ഞാൻ അവിടെ നിന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വരാനില്ല. എന്ന് വെച്ചാൽ അവൻ ടൂറ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. 20-ാം തീയതി കാര്യം നടക്കുന്നത്. 20-ാം വെട്ടമടിക്കുന്ന ഇതിൻ്റെ കേട്ടോ, ലൈറ്റിൻ്റെ ആണ്. സംഭവമാണെന്ന് 20-ാം തീയതിയാണ് എൻ്റെ എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് വന്ന് തിരിച്ച് അതിൻ്റെ പിറ്റേ ദിവസം ഈ എക്സാം നടന്ന് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ആണിത് നടക്കുന്നത്. 20-ാം തീയതി ആദ്യത്തെ കളിക്ക് ഇറക്കുന്നത് ഞങ്ങൾ ആദ്യത്തെ ദിവസം. 10 ദിവസം അവധി ബാക്കിയുണ്ട്. ആദ്യം ഇങ്ങനെ കിടക്കുമോ, 10 ദിവസമൊന്നുമില്ല, 15 ദിവസം കൊണ്ടുണ്ട് അവധി. അന്നേരം ഞങ്ങളങ്ങനെ നിൽക്കുമായിരുന്നു. അന്നേരമാണ് ഞാൻ ഇങ്ങനെ കളിച്ച് അവൻ വരാൻ ടൂറിന് പോയേക്കും. അവൻ ഒരുത്തൻ ഞങ്ങളുടെ കൂട്ടുകാരൻ ടൂറിന് പോയി. അവൻ വന്നതിൽ കളി തുടങ്ങാൻ നോക്കത്തുള്ളൂ. ആൾ തികയത്തില്ല, ഒരു കാര്യം ആൾ തികയത്തില്ല. പിന്നെ ഞങ്ങൾ പിന്നെ അജു എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരനല്ലേ, ഞാൻ പറഞ്ഞില്ലേ, അർജുൻ, അതിൽ AR വ്ളോഗ്സ്, അമിത് എറ്റ് അത് പറഞ്ഞില്ലേ, അവൻ ഇവനെ വിളിക്കാൻ വേണ്ടി പോയി. അപ്പം അബി അവൻ്റെ അനിയൻ എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമോ ഒറ്റയ്ക്ക്, ഞാനും അവനും കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേറെ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫുട്ബോളാട്ടോ കളിച്ചേ ബോൾ എടുക്കാൻ വേണ്ടി പോളൂ. ഞങ്ങൾ ലെഫ്റ്റ് ലെഗ് വെച്ചാണ് കളിച്ചത്. ഒരു വെറൈറ്റിക്ക് റൈറ്റ് ലെഗ് മാറ്റി ലെഫ്റ്റ് ലെഗ് ആക്കി. എൻ്റെ വീക്ക് ലെക്കാണ്. അങ്ങനെ രണ്ടുപേരുടെ വീക്ക് ലെക്കാണ് അത്. എല്ലാവരുടെയും വീക്ക് ലെഗ് ചിലവരൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ. ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നപ്പം ഒരു വേര് തട്ടി മറ്റൊരു വേരിലോട്ട് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ ആയിരുന്നു അത് നടന്നത്. കിടിലൻ അടിയായിരുന്നു. പിന്നെ ഞാൻ അവിടെ ഇച്ചിരി നേരം ഇരുന്ന് കൈയൊക്കെ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ച്, ഞാൻ ഒരു വേനയുണ്ട്, ചെറിയൊരു വേന. ഞാൻ കൈയൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചു. ഞാൻ ഒടിഞ്ഞൊന്നുമില്ല. ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്കൊരു പേടിയായി, കൈ ഉയർത്താവുന്നില്ല. ഇവിടെ വന്ന് എന്തോ തട്ടുന്ന പോലെ ഇവിടെ വന്നേ കൈ അനക്കാക്കൊല്ലെന്ന് തോന്നുന്നു. ഇല്ല, അനക്കാനൊക്കെ ആക്കും ഗൈസ്. ഈ പ്ലാസ്റ്റർ വെറുതെ ഇട്ടേക്കുന്ന, അപ്പോൾ പ്ലാസ്റ്റർ അല്ലേ, വെറുതെ ഒരു കൈ ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. എത്ര ഉള്ളു പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുത്തത്. 1.5 മാസമാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ എല്ല് കൂടും. പ്ലാസ്റ്ററൊന്നും ഇട്ടില്ല കേട്ടോ, ഇവിടെ പ്ലാസ്റ്റർ നോക്കത്തില്ല, കമ്പി ഇട്ടിട്ടില്ല, അല്ലാതെ ഒട്ടാൻ വേണ്ടി. പക്ഷെ നല്ല പൊട്ടലാണ് കേട്ടോ, നല്ല പൊട്ടലും ഉണ്ടായിട്ടുണ്ട്. ഈ എല്ല് വിട്ട് മാറി, പൊട്ടിയിട്ട് ഈ എല്ല് വിട്ട് മാറി. പിന്നെ അത് ഒട്ടാൻ വേണ്ടി ഇച്ചിരി സമയം എടുക്കും. അത് തിരിച്ച് വേഗം ഭേദമാവനെ 1.5 മാസം ഇതിടാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു കിടിലൻ പണി തന്നെ കിട്ടിയിട്ടുണ്ട്. 10 ദിവസം അവധി ഉണ്ടായിരുന്നു, 15 ദിവസം കണ്ട്. അടുത്ത ജനുവരി 20-ാം തീയതി 1 മാസം ആവും, 1 മാസം തികയും. സ്കൂളിലൊക്കെ ഇങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പം ബൈ. ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഇപ്പം ഹാപ്പി ന്യൂ ഇയർ. നാളെ 25 തുടങ്ങുവാണ് ഗൈസ്. കുഴപ്പമില്ലാത്ത അടിപൊളി വർഷമായിരുന്നു. ചിലതൊക്കെ സെറ്റ്. ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അവസ്ഥയെങ്കിലും ഓർത്ത് ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പ്ലീസ് സബ്സ്ക്രൈബ്.